അജിത്ത് എന്നാണ്. ഇത് വൈഫ് സ്നേഹ. ഞങ്ങൾ രണ്ടുപേരും വിദേശത്താണ്, ന്യൂസിലൻഡിലാണ്. RN ആണ് രണ്ടുപേരും. ഞങ്ങളുടെ കോമൺ ഫ്രണ്ടാണ് നീനും ശ്രീരാജും. ശ്രീകാര്യത്ത് കോട്ടീസാണ് അവരുടെ വീട് വെച്ചത്. അപ്പോൾ പോകുമ്പോൾ തന്നെ ഞങ്ങൾക്കൊരു വീട് വെക്കുകയാണെങ്കിൽ ഇവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കണമെന്ന് അന്ന് ഞങ്ങൾക്കൊരു എന്താ പറയുക, ഒരു ഐഡിയ ഉണ്ടായിരുന്നു. കാര്യം അവർ ആ സമയത്ത് കൺസ്ട്രക്ഷൻ്റെ സമയത്ത് എപ്പോഴും ഞങ്ങളോട്ട് കോണ്ടാക്റ്റ് ഉള്ള ആൾക്കാരായിരുന്നു. ഞങ്ങളിങ്ങനെ കോട്ടീസായിട്ട് മീറ്റ് ചെയ്തു. അപ്പോൾ അജിനുമായിട്ടാണ് ഞങ്ങൾ ആദ്യം സംസാരിക്കുന്നത്. അപ്പോൾ അജിൻ്റെ അടുത്ത് പ്ലാൻ വരയ്ക്കുന്നതിന് മുന്നേ ആദ്യം ഒരു സൈറ്റൊക്കെ കണ്ടു. അപ്പോൾ അവർ നമ്മുടെ അടുത്ത് പറഞ്ഞു, ഇത്ര റൂമായിരിക്കും, നമുക്കൊരു ഇത്ര സ്ക്വയർ ഫീറ്റ് 2200 സ്ക്വയർ ഫീറ്റിൽ നമുക്കിവിടെ ചെയ്യാൻ പറ്റും. നമ്മുടെ റിക്വയർമെൻറ്റ്സ് പറഞ്ഞു. നമുക്ക് 3 ബെഡ്റൂമാണ് വേണ്ടത്, ഒരു കോർട്ട്യാർഡ്, ചെറിയൊരു കോർട്ട്യാർഡ് വേണം, പിന്നെ ഒരു പൂജ റൂം വേണം. ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ കൺസെപ്റ്റ്. അപ്പോൾ ഞങ്ങളുടെ ഐഡിയ വെച്ചിട്ട് അവരൊരു പ്ലാൻ വരച്ചു. ഞങ്ങളുടെ രണ്ടുപേരുടെ ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ വെന്റിലേഷൻ അത് മസ്റ്റായിരുന്നു. പിന്നെ നാച്ചുറൽ ലൈറ്റ്, എല്ലാ സ്ഥലത്തും നാച്ചുറൽ ലൈറ്റ് ഒബ്റ്റെയിൻ ചെയ്യണം. അതൊരു മെയിൻ ഒരു ഇതായിരുന്നു. കളർ തീം ഞങ്ങൾ ലൈറ്റ് കളേഴ്സ് ആയിരുന്നു ഞങ്ങളുടെ ഇതിന് ഒപ്പീനിയനിൽ ഉണ്ടായിരുന്നത്. പക്ഷെ ചില കളർ ഞങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ അവർ തന്നെ ഞങ്ങൾക്ക് ഓപ്ഷൻസ് പറഞ്ഞു തരുമായിരുന്നു, ഇത് ഇവിടെ ഈ കളർ ചെയ്താൽ നല്ലതായിരിക്കും എന്ന്. അപ്പം ഞങ്ങൾക്ക് കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിരുന്നു. ഇപ്പം നമുക്കിത് ഓരോ വുഡിൻ്റെ ഇവർ മെറ്റീരിയൽസ് നമ്മൾ ചെറിയ ചെറിയ ഇതായിട്ടായിരിക്കും കാണിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടായത്, എങ്ങനെ വരും, ഔട്ട്പുട്ട് എങ്ങനെ വരും എന്നുള്ള ഇതുണ്ടായിരുന്നു. അത് നേരിട്ട് കണ്ട് അപ്പം നമുക്ക് ചില കളർ നമ്മൾ പറയുമ്പോഴും അവർ പറയും അത് ചിലപ്പോൾ അത് വർക്ക് ആവില്ല എന്ന് പറയുന്നത് മിക്കതും അത് അങ്ങനെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഈ വുഡിന് നമുക്ക് വിൻഡോസിനൊക്കെ ആണെങ്കിൽ ആദ്യമേ ഒരു വുഡ് ഷെയ്ഡായിരുന്നു പോയിരുന്നത്. അപ്പം അവർ നമുക്ക് ആദ്യമേ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വൈറ്റ് യൂസ് ചെയ്താൽ നല്ലതായിരിക്കും. അത് പക്ഷേ പിന്നെ നമ്മൾ ആദ്യമേ ഒന്ന് അടിച്ചു കഴിഞ്ഞപ്പോൾ നമുക്കൊരു ആ വ്യത്യാസം മനസ്സിലാക്കി. അപ്പോൾ അവരുടെ ആ എക്സ്പീരിയൻസ്, സത്യം പറഞ്ഞാൽ അവരുടെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഇത് ബെറ്റർ ആക്കാൻ ഹെൽപ്ഫുൾ ആയി. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് വ്യൂവിൽ തന്നെ ഉള്ളിൽ കയറുന്നതിന് മുന്നേ തന്നെ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമായി. പിന്നെ അകത്തോട്ട് കയറി കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കൊന്നും ഞങ്ങൾ ഒത്തിരി ഇന്റീരിയേഴ്സ് ഒന്നും ചെയ്തിട്ടില്ല. അത് ചെയ്യാതെ പോലും എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു. വാർഡ്രോബൊക്കെ ഭയങ്കര ഒപ്പീനിയൻ ആയിരുന്നു. ഒത്തിരി പേര് വാർഡ്രോബിനെ പറ്റി, കളർ സെലക്ഷനും പിന്നെ അതിന്റെ പ്ലേസ്മെന്റ് എല്ലാവരും ഒത്തിരി പേര് പറഞ്ഞായിരുന്നു. ചില കളറുകൾ ഞങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ അവർ പറയും അത് അങ്ങനെ ചെയ്യുമ്പോൾ അത് ഡോറിൻ്റെ തന്നെ ആദ്യം ഞങ്ങൾ വുഡൻ കളറിലേക്ക് പോകണമെന്നായിരുന്നു. പക്ഷെ അപ്പോൾ അജിനാണ് സജസ്റ്റ് ചെയ്തത് അത് വൈറ്റിലേക്ക് പോകുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ നമുക്കതിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ടല്ലോ. എല്ലാവർക്കും നല്ല ഒപ്പീനിയൻ ആയിരുന്നു. എനിക്ക് നന്നായി ഇഷ്ടമായി. കാരണം എനിക്ക് ഒരാഗ്രഹം ഉണ്ടായിരുന്നത് മക്കൾ പറഞ്ഞ കണക്ക് നല്ല വെന്റിലേഷൻ, ലൈറ്റ് കളേഴ്സ്, നല്ല ലൈറ്റ് വളരെ സാറ്റിസ്ഫൈ. പക്ഷേ ഇടയ്ക്ക് നമ്മൾ കാണാൻ വരുമല്ലോ, അപ്പോഴൊക്കെ ഫൈനൽ വന്നപ്പോഴത്തേന് ഞാൻ ശരിക്കും അതിശയിച്ചു പോയി. വരുമ്പോഴത്തേന് നമ്മൾ വിചാരിച്ചതിനേക്കാളും നന്നായിട്ടുണ്ടായിരുന്നു. അതാ ഈ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ കമ്പനി നല്ല രീതിയിൽ എല്ലാം ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ മാത്രമല്ല, പരിസരവാസികളും എല്ലാം കണ്ട എല്ലാവരും പറഞ്ഞു. ഞങ്ങളുടെ ഈ ഡ്രീം ഹോം ഞങ്ങൾ വിചാരിച്ചതിനേക്കാൾ ബെറ്ററാക്കി ഞങ്ങൾക്ക് കൈമാറിയ കോട്ടീസ് ഗ്രൂപ്പിന് എല്ലാവിധ വിശ്വസം. അവരൊരു കൂട്ടായ്മയാണ്. പലപ്പോഴും നമ്മൾ സംസാരിക്കുമ്പോഴും അവരോട്ടുള്ള അപ്രോച്ചിലും മനസ്സിലാക്കുന്ന അവരൊരു യങ് ഗ്രൂപ്പിൻ്റെ ഒരു കൂട്ടായ്മയാണ്. നല്ല കോർഡിനേഷനാണ്. തീർച്ചയായും അത് സക്സസ്സിലേക്ക് പോകും. നല്ലൊരു ഭാവിയുള്ളൊരു പ്രസ്ഥാനമാണ് കോട്ടീസിൻ്റെ. എല്ലാവിധ ആശംസകളും അവരുടെ ഭാവിയിലേക്കെല്ലാം വിജയം വരുന്നു.